ഹലോ, ഇന്ന് നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലേക്ക് കുറച്ച് പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. പിന്നെ ഇക്കാക്ക് മീൻ വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ മക്കളൊക്കെ സ്കൂൾ വിട്ട് ഒരു 5 മണിക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ പ്രശ്നമില്ല എന്നുണ്ടെങ്കിലും കുറച്ചങ്ങോട്ട് ദൂരം പോയപ്പോഴത്തേക്കും മഴ ചെറുതായിട്ട് ചാറാനൊക്കെ തുടങ്ങി. പക്ഷേ പെയ്തൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ ആകാശത്തിലെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. നെല്ലിപ്പുഴ നമ്മുടെ വൈശാഖ് ഹോസ്പിറ്റലിൻ്റെ താഴെയായിട്ടൊരു ഹോൾസെയിൽ കട ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലിസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് ആവും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇക്കാക്ക് മീൻ വണ്ടിക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെ വാങ്ങി സാധനം വാങ്ങി നമ്മൾ നേരെ തിരിച്ചിട്ട് ചായ കുടിക്കാമെന്ന് വെച്ചിട്ട് ഷോപ്പിൽ കയറിയപ്പോഴത്തോട് നമ്മുടെ ഫാദുക്കുട്ടിൻ്റെ മുഖമുണ്ട് കടന്നല കുത്തിയ പോലെ കേട്ടോ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ആൾക്ക് ബർഗർ വേണം, അവിടെ ആണെങ്കിൽ ബർഗർ ഇല്ല. എന്നത് പറഞ്ഞാൽ മതി, പക്ഷെ ആൾ പറയില്ല. ആളങ്ങനെ മുഖം വീർപ്പിച്ച് ദേഷ്യപ്പെടലും കരയിലൊക്കെ ആയിരിക്കും. അങ്ങനെ കുറേ വട്ടം ചോദിച്ചിട്ടാണ് കേട്ടോ ആളെന്തിനാ ദേഷ്യപ്പെട്ടത് അല്ലെങ്കിൽ എന്തിനാ മുഖം വീർപ്പിച്ചതെന്ന് വരെ പറഞ്ഞത്. അങ്ങനെ ലാസ്റ്റ് ബർഗർ ചോദിച്ച് പോയി ലാസ്റ്റ് നമ്മുടെ MES കോളേജൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു കുറേ ഫുഡ് സ്പോട്ടൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മുടെ മൗസി ഉണ്ടല്ലോ, ബനാനൻ്റെ ഒക്കെ സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്ന, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടത് ഈ ഒരു ഷോപ്പും. ഫ്രൂലവ് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് വരുന്നത്. ഇവിടുന്ന് നമ്മൾ ലോഡഡ് ഫ്രൈസും പിന്നെ ഫാദുക്കുട്ടിക്ക് ബർഗർ വാങ്ങി, പിന്നെ ഒരു പൊറോട്ടോ ചിക്കൻ റോളോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടായിരുന്നു, അതും പിന്നെ ഷേക്സും കാര്യങ്ങളൊക്കെ നമ്മൾ കുടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. ഫാദുക്കുട്ടീൻ്റെ ഒരു സ്വഭാവം എനിക്കിഷ്ടമില്ലാത്തൊരു സ്വഭാവമാണ് ഇത്. അതായത് എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് പോലും അറിയില്ല, വെറുതെ മുഖം വീർപ്പിച്ചിരിക്കും കേട്ടോ. പക്ഷെ പെട്ടെന്ന് പിന്നെ ശരിയാവുകയും ചെയ്യും. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.